ഏഴുവട്ടം ക്ഷമിക്കുവാൻ പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ ക്ഷമിക്കുവാൻ വേണ്ടി കരം കൂപ്പുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ശിമയോൻ പത്രോസിൻ്റെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞു, 7 എന്നല്ല 7 70 തവണ നീ ക്ഷമിക്കണം. 4 തലങ്ങളിൽ ക്ഷമയുടെ ഈ സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1. സീമകളില്ലാത്ത ക്ഷമ. 2. ദൈവം കാണിക്കുന്ന കരുണ. 3. മറ്റുള്ളവരോട് നീ കാണിക്കേണ്ട കരുണ. 4. സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുന്നത്. ഒന്നാമതായി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള ക്ഷമയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നിനക്ക് അനുഭവവേദ്യമാകുവാൻ നിന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ദൈവ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നത്. അതുകൊണ്ടാണ് ക്ഷമിക്കുക ദൈവീകമാണെന്ന് പറയുന്നത്. ദാവീദ് രാജാവ് ഇപ്രകാരമാണ് 86-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത്: കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കാൻ തയ്യാറുള്ളവനും നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കരുണ ഉള്ളവനുമാണ് എന്ന്. മനുഷ്യനെ രൂപാന്തരീകരിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് ക്ഷമ. ഒരാളോട് 1 തവണ ക്ഷമിക്കുമ്പോൾ 2 വികാരങ്ങൾ നമുക്ക് അനുഭവപ്പെടും. 1. ഞാൻ അവൻ്റെയും മറ്റുള്ളവരുടെയും മുന്നിൽ പരാജയപ്പെട്ടു പോയി എന്ന തോന്നൽ. അത് ശരിയാണ്. ഞാൻ പരാജയപ്പെടുന്നിടത്ത് നിന്ന് മാത്രമേ ദൈവസ്നേഹത്താൽ നയിക്കപ്പെട്ട് പരാജയപ്പെടുവാൻ വിട്ടുകൊടുക്കുന്നിടത്ത് നിന്ന് മാത്രമേ ദൈവത്തിന് വിജയിച്ച് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. 2-ാമത്തെ വികാരം, എന്നോട് ക്ഷമിക്കുവാൻ പറഞ്ഞ ദൈവത്തോടു കൂടെയാണ് ഞാൻ എന്ന ഒരാത്മീയ സന്തോഷം. ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ നിറവ്, ക്ഷമിച്ചവൻ്റെ മുഖത്ത് നാം കാണുന്ന ദൈവീക സന്തോഷം, ഇവയൊക്കെയാണ്. ദിവസം 7 തവണ ഒരേ പാപം ആവർത്തിക്കുന്നവനോട് 7 തവണയും ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ ഞാൻ ക്ഷമിക്കുന്ന ആദ്യത്തെ ക്ഷമ ദൈവത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടിയും ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവിടെ ദൈവം 2-മതും ക്ഷമിക്കുവാനുള്ള കഴിവ് നിനക്കു തരും. അത് ക്ഷമയുടെ സമ്പൂർണതയിലേക്ക് നിന്നെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതാണ് 7 എന്ന സമ്പൂർണ്ണ അക്കത്തിലുള്ള രഹസ്യം. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: അവൻ തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്, നമ്മുടേത് മാത്രമല്ല, ലോകം മുഴുവൻ്റെയും. ഇവിടെയാണ് ക്ഷമയുടെ സമ്പൂർണത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. 2. ദൈവം നമ്മിൽ കാണിക്കുന്ന കരുണ നമ്മോട് നിരുപാധികം ക്ഷമിക്കുന്നു എന്നതാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനുള്ള കാരണം അത് ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയായതുകൊണ്ടാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയും: ആരെങ്കിലും പാപം ചെയ്താൽ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് ഒരു സഹായകൻ ഉണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം പറയും: നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു, എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാൻ അവന് സാധിക്കും. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കരുണ, അഥവാ ക്ഷമയിലൂടെ ദൈവം നമ്മിൽ ഇടപെടുന്നത്. 3. മറ്റുള്ളവരോട് നീ കാണിക്കേണ്ട കരുണ നിന്നോട് ദൈവം കാണിച്ച കരുണയെ ഓർക്കുക എന്നതാണ്. എന്നോട് ക്ഷമിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന കഴിവാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കഴിവ്. ക്ഷമിക്കുന്നതിൻ്റെ എണ്ണമല്ല, ക്ഷമിക്കുന്ന സ്വഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അതിന് ക്ഷമിക്കുവാനേ സാധിക്കൂ. അവിടെ ദൈവം വസിക്കുന്നു എന്ന ബോധ്യവും തിരിച്ചറിവും നമുക്കപ്പോൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദൈവീക ക്ഷമ, ദൈവത്തിന് വേണ്ടി, ദൈവ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ക്ഷമയുള്ളവരായി തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ
നിങ്ങളോടേവരോടും ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും ക്രൂശിതനെ ഓർത്തു ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. കുഞ്ഞുനാളിൽ എന്നെ പാപം പഠിപ്പിച്ച നിങ്ങളോടും സ്നേഹം കൊതിച്ചോടി വന്ന നേരം എന്നെ നിന്നിച്ചകറ്റിയ നിങ്ങളോടും മനസ്സുകൊണ്ടേറ്റവും ആർദ്രമായി ഹൃദയം തുറന്നു ഞാൻ ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. പ്രതീക്ഷ തകർത്തവരെ എൻ്റെ ജീവിതം ഇരുളാക്കി മാറ്റിയോരേ, എൻ്റെ വളർച്ച തടഞ്ഞവരെ, എൻ്റെ കണ്ണീരു കാണാൻ കൊതിച്ചവരെ, നീതി നിഷേധിച്ചു ഞെരുക്കിയോരേ, വന്ദനം നേരുന്നു നിങ്ങൾക്കു ഞാൻ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. ഒരുപാടു ശിക്ഷയേകി എൻ്റെ ആത്മാവു നീറ്റിയ നിങ്ങളോടും ത്യാഗപൂർവം ചെയ്ത നന്മയിലും തിന്മ കണ്ടെത്തി ഫൽസിച്ച നിങ്ങളോടും എല്ലാം മറന്നേറ്റം ശാന്തമായി ക്ഷമിച്ചുകൊണ്ടേകുന്നു മംഗളങ്ങൾ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും ക്രൂശിതനെ ഓർത്തു ക്ഷമിക്കാം. എൻ്റെ
എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം.